കാലിക്കറ്റ് സർവകലാശാലയിൽ ചാൻസലറായ ഗവർണർ പങ്കെടുത്ത സെമിനാറിൽ നിന്ന് വിട്ടുനിന്ന വൈസ് ചാൻസലറോട് വിശദീകരണം തേടാൻ രാജ്ഭവന്റെ തീരുമാനം. പ്രോട്ടോകോൾ പാലിക്കാതെ ഗവർണർ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും കത്തയക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രതിഷേധം തുടരുകയുമാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഇരുകൂട്ടരും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടകനായ സെമിനാറിൽ നിന്ന് വിട്ടുനിന്ന കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ MK ജയരാജനോട് വിശദീകരണം തേടാൻ രാജ്ഭവൻ തീരുമാനിച്ചു. കീഴ്വഴക്കം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അനാരോഗ്യം കാരണമാണ് വിട്ടുനിന്നതെങ്കിൽ പകരം പ്രൊവിസിയെ ചുമതലപ്പെടുത്താത്തത് എന്താണെന്നാണ് രാജ്ഭവന്റെ ചോദ്യം. VCയുടെ നടപടി ചാൻസലറെ അപമാനിക്കുന്നതാണെന്നും രാജ്ഭവൻ വിലയിരുത്തുന്നു. പ്രോട്ടോകോൾ പാലിക്കാതെ ഗവർണർ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഇത് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും കത്ത് നൽകും. ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചാണ് ഗവർണർ മിഠായി തെരുവിലിറങ്ങിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട്, എത്ര സംസ്ഥാനമുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി സാധാരണ പ്രോട്ടോകോളൊക്കെ ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. ദന്തൽ കോളേജിൽ ചികിത്സക്കെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രതിഷേധം തുടർന്നു. ബാനറുകളും കരിങ്കൊടികളുമായി SFI പ്രവർത്തകർ ക്യാമ്പസിൽ നിലയുറപ്പിച്ചു. രാജ്ഭവനിലേക്ക് തിരിച്ചു വരും വഴി പട്ടത്തുവച്ചും ഗവർണറെ കരിങ്കൊടി കാണിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 24 തിരുവനന്തപുരം.